ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും യുവതീ പ്രവേശവും വിഷയമാക്കി എഴുതിയ പാരഡി ഗാനം അയ്യപ്പനെതിരാണെന്ന് ചിത്രീകരിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് നിയമ നടപടികളുമായി സർക്കാർ തുടക്കത്തിൽ മുന്നോട്ടു പോയത്. എന്നാൽ യു.ഡി.എഫിൽ നിന്ന് മാത്രമല്ല, ബി.ജെ.പിയിൽ നിന്നും സി.പി.എം സഹയാത്രികരിൽ നിന്നുമൊക്കെ സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നതോടെ കേസിൽ നിന്നും പിന്നോട്ടു പോകാൻ തീരുമാനിച്ചു. പാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങളുണ്ടെന്ന് ആദ്യം വിലയിരുത്തിയ പോലീസ് ഇപ്പോൾ തുടർ നടപടികൾ വേണ്ടെന്ന നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി. കേസ് കോടതിയിലെത്തിയാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടിയും നിലപാട് മാറ്റത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ചു. അയ്യപ്പന്റെ പേരുപയോഗിച്ച് മതനിദാനം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാർ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ഗാനരചയിതാവ് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്തായിരുന്നു എഫ്ഐആർ. പോറ്റിയെ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും സി.പി.എം ജില്ലാ കമ്മിറ്റി പിന്മാറി. കഴിഞ്ഞ ദിവസം നടന്ന സി.പി.എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പന്തളം രാജകുടുംബാംഗമായ സി.പി.എം ഏരിയ കമ്മിറ്റി അംഗത്തെക്കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം സി.പി.എം നിലപാട് മാറ്റി. നിലവിൽ ഗാനത്തിനെതിരെ ഡി.ജി.പിക്ക് പരാതി കൊടുത്ത തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും സി.പി.എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വ്യക്തമാക്കി. പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട കേസിൽ നിന്നും സർക്കാർ പിൻവലിയുന്നതിൽ സന്തോഷമുണ്ടെന്നും പിന്നണി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് യു.ഡി.എഫിന്റെ മാത്രമല്ല എൽ.ഡി.എഫിന്റെ പരമാവധി പാരഡി ഗാനങ്ങളും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ജോലിയുടെ ഭാഗമായി ചെയ്തൊരു കാര്യത്തിന്റെ പേരിൽ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉണ്ടായത് വേദനിപ്പിച്ചുവെന്ന് ഗായകൻ ഡാനിഷ് മുഹമ്മദും CMS മീഡിയ ഉടമ സുബൈർ പന്തല്ലൂരും പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപാണ് വിവാദമായ പോറ്റിയെ എന്ന പാരഡി ഗാനം ഇറക്കിയത്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് LDF സ്ഥാനാർത്ഥികളുടെ മാത്രം 60 പാരഡി ഗാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് മൂളിയതിനെടുത്ത വിചിത്രമായ കേസ് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിപ്പിച്ചത് അടുതപ്പിയ പോലീസാണ് 2 വർഷത്തിനിപ്പുറം പാരഡി ഗാനത്തിനെതിരെ കേസെടുത്ത് വീണ്ടും വെട്ടിലായിരിക്കുന്നത്. വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസ്. പാരഡി ഗാനക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കമെന്ന നിലയിൽ പ്രതിഷേധം അതിശക്തമായി പ്രതിപക്ഷം ഉയർത്തുമെന്നും അത് പൊതുസമൂഹം ഏറ്റെടുക്കുമെന്നുള്ള വൈകിവന്ന വിവേകമാണ് സർക്കാരിനുള്ളത്. പാട്ട് വ്യാപിക്കുന്നത് തടയാൻ ഇടപെട്ടിപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ മലയാളികൾക്കിടയിലേക്ക് വരെ പാട്ടെത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് മൈക്ക് കേസിന് സമാനമായി സർക്കാർ യു-ടേൺ അടിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വൈറലായ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പരാതിക്കോ ചർച്ചയ്ക്കോ ഇല്ലെന്ന തീരുമാനത്തിൽ പത്തനംതിട്ട സി.പി.എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള പ്രതിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും കടുത്ത നടപടി പണ്ടേ വേണമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. ഐക്യകണ്ഠേന കടുത്ത നടപടി ശുപാർശ ചെയ്തു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി അറസ്റ്റിൽ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസ് ആയിരുന്നു. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിലായി. നേരത്തെ കേസ് അന്വേഷണത്തിൽ ഗുരുതര സ്തംഭനാവസ്ഥ ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ചില കുറ്റവാളികളെ ഒഴിവാക്കുന്നതായി സംശയം പ്രകടിപ്പിച്ചിരുന്നു. പ്രധാന പ്രതികളുടെ അറസ്റ്റിൽ എന്താണ് കാലതാമസമെന്ന് ഹൈക്കോടതി SITയോട് ചോദിച്ചിരുന്നു. പഴുതടച്ച അന്വേഷണം വേണമെന്ന ഹൈക്കോടതി മുന്നറിയിപ്പിന് പിന്നാലെയാണ് SIT നടപടി.